ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ BJPയുടെ കേരള BJP ഘടകത്തിൽ വളരെ ബുദ്ധിപരമായൊരു നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് പൊതുവെ മലയാളികൾക്ക് കുറച്ച് BJP വിരോധമുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. കത്തോലിക്കാ സഭയും ഒരു പരിധിവരെ BJPയോട് അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ വ്യക്തമായി മുൻകൈ നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഷയം ഇവിടെ ഉടലെടുക്കുന്നത്. ആ വിഷയം രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ വിഷയം തന്നെയാണ്. ഛത്തീസ്ഗഡിൽ വെച്ച് ബജ്രംഗ് പ്രവർത്തകരുടെ വിചാരണയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടയ്ക്കുകയും ഉണ്ടായി. ഏകദേശം 9 ദിവസത്തോളം ആ കന്യാസ്ത്രീകൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കടന്നു. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഈ ഛത്തീസ്ഗഡിലൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു നിയമം ഉണ്ട്. ഒരു ജില്ലയിൽ നിന്ന് തന്നെ മറ്റൊരു ജില്ലയിലേക്ക് നമ്മൾക്ക് ജോലി ആവശ്യത്തിനോ മറ്റോ പോകണമെങ്കിൽ അവരുടെ ഒരു പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ള ഒരു നിയമം അവിടെ ഉണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം അവിടെ അവരെ അറസ്റ്റ് ചെയ്യാൻ കാരണമായ സംഭവം. ഇത് കൃത്യമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. കോടതി പോലും പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നതാണ്. കാരണം അവിടെ ആ സിസ്റ്റേഴ്സ് ചെയ്യുന്ന ത്യാഗം എന്ന് പറയുന്നത് ചില്ലറ ത്യാഗമല്ല. കുഷ്ഠരോഗികളെയും അനാഥരായ ആളുകളെയും ഒരുപാട് രോഗികളെയും ഒക്കെ ശുശ്രൂഷിച്ചുകൊണ്ട് ആരും കടന്നു ചെല്ലാൻ കഴിയില്ലാത്ത ഒരു പട്ടാളത്തുകാർക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള നക്സൽ ഏരിയയിലേക്ക് ഇവരുടെ ഈ കാരുണ്യത്തിൻ്റെ സുവിശേഷം, ആ ഒരു ശുശ്രൂഷ കടന്നു ചെല്ലുമ്പോൾ അത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് അവിടെയുള്ള ആ നക്സൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും. കാരണം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാമെന്ന് തെളിയിച്ചതാണ് കന്യാസ്ത്രീകൾ. നമ്മുടെ മിഷണറികളെല്ലാം അങ്ങനെയാണ് പോകുന്നത്. മതപരിവർത്തനം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഹിന്ദു ഐക്യവേദി ആളുകളും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആളുകളും ഈ ബജ്രംഗ് പ്രവർത്തകരൊക്കെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ യുവജന സംഘടനയാണ്. ആ വിധിപ്പെടുത്തിയ ആളുകളൊക്കെ ചിന്തിക്കുന്നത് പോലെയല്ല യഥാർത്ഥമായ ക്രിസ്തു സ്നേഹം എന്തെന്ന് കാട്ടിക്കൊടുത്തിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ BJP എടുത്ത ബുദ്ധിപരമായ ഒരു പരാമർശമാണ്. അതായത് ഈ സംഭവം ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവരുടെ ഇന്നും ഹിന്ദു ഐക്യവേദിയുടെ RV വാവു ഒക്കെ ചാനലിൽ കയറി നിന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു കോരിത്തിരിപ്പ് കയറും. അത് അത്രമാത്രം വർഗീയതയാണ് വിളമ്പിക്കൊണ്ടിരിക്കുക, അത്രമാത്രം വർഗീയത. ഈ കന്യാസ്ത്രീകളെല്ലാം കൂടെ ഇവൻ്റെ മതമകം വെളുത്തിയങ്ങൾ താളം തിരിച്ചു വെക്കുമെന്നാണ് പറയുന്നത്. ഈ RV വാവു പറയുന്നതാണ്, തിരിച്ചു വെക്കുന്നത്. ഞാൻ വിചാരിക്കും അയാളൊക്കെ എന്ത് വർഗീയവാദിയാണെന്ന് വിചാരിക്കുന്നത്. എന്തുമാത്രം തീവ്ര വിഷമാണ് കൊണ്ടീ കിടക്കുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട, അങ്ങനെ തീവ്രതയിൽ പറയുന്ന ഒരു തീവ്ര മതസംഘടന എന്ന് വിശ്വസിപ്പിക്കാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ ബജ്രംഗ് പ്രവർത്തകർ എന്ന് പറയുന്നത്. കാരണം അന്ന് ഗ്രഹാം സ്റ്റെയിൻസിനെയും കൂട്ടരെയും രാത്രി ഉറങ്ങുന്ന സമയത്ത്, ഇന്ന് കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് അവിടെ, രാത്രി ഉറക്കത്തിൽ ലോകത്താരും ചെയ്യാത്ത ക്രൂരത, ആ ഉറക്കത്തിൽ കിടക്കുന്നവരെ ആ ബസ്സിനുള്ളിലിട്ട്, ആ വണ്ടിയിലുള്ളിലിട്ട് 2 മക്കളെയും ഭാര്യയും ഭർത്താവിനെയും ചുട്ടുകരിച്ച് കൊന്നു കളഞ്ഞവരാണ് ഇവർ. ഒരു ദയ ഇവർ അർഹിക്കുന്നില്ല. നമ്മുടെ ദയ അവർക്ക് ആവശ്യമില്ല. വേറെ കാര്യം, രാജ്യം ഭരിക്കുന്നത് പാർട്ടിയുടെ ഒരു പോഷക സംഘടന തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇത്രയും എതിർപ്പുകൾക്കിടയിലും കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, ക്രൈസ്തവർക്കൊപ്പം നിന്നുകൊണ്ട് ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ബുദ്ധിപരമായ നീക്കം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് കാണിച്ചു.
ഒരുപക്ഷെ സുരേന്ദ്രനായിരുന്നു ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രസിഡന്റ് ആയിരുന്നു ഇങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പ്രസിഡന്റ് എന്തുകൊണ്ടും ബി ജെ പിക്ക് മുന്നോട്ട് പോകുന്നതിന് വളരെ കാര്യക്ഷമതയുള്ള നല്ലൊരു ഊർജ്ജസ്വലമായ ബുദ്ധിപരമായ നീക്കങ്ങൾ കഴിയുന്ന ഒരു പ്രസിഡന്റ് തന്നെയാണ് ബി ജെ പി കിട്ടിയിരിക്കുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷൻ അറിയാം. ഇത്രയും എതിർപ്പുകൾക്കിടയിലും ഇന്നും ഞാൻ പറഞ്ഞില്ലേ, RB ബാബു എന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയിലവനൊക്കെ പറയുന്നത് കേട്ട് ഈ മുക്കാലി കെട്ടിടിക്കാൻ തോന്നുന്നു. അമ്മാതിരി ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പറയുന്നത് നമ്മൾ ഇത്രത്തോളം അധിക്ഷേപിച്ച് സംസാരിക്കുന്നതില്ല, അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ഇത്രയൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്കും ഈ ഇവർ കാണിച്ച ഈ ആർജവം, അനൂപ് ആൻ്റണിയെ നേരെ ഛത്തീസ്ഗഡിലേക്ക് വിടുന്നു, അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഷോൺ ജോർജിനെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യുന്നു. അവനെല്ലാം കൂടി അതുപോലെ പെട്ടെന്ന് തന്നെ ആഭ്യന്തരമന്ത്രിയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതൊക്കെ ഭയങ്കര വേഗതയിൽ പടപടാന്ന് പറഞ്ഞ് നടന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവരെ പറയുന്നുണ്ട്, നമ്മുടെ ഇവിടെയുള്ള കോൺഗ്രസ്സോ CPM ഇവരുടെ മുസ്ലിം സംഘടനകളായുള്ള ഏതെങ്കിലും ഇവരുടെ സഖ്യകക്ഷികളെ പണക്കോ, സഖ്യകക്ഷികളെ എതിർത്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യുമോ? ചെയ്യില്ല. അവരെ പണക്കിട്ടൊരു കാര്യത്തിനും നിൽക്കില്ല. പക്ഷെ അവിടെയാണ് BJP ആ വിജയം കാണുന്നത്. നമ്മൾ എന്തൊക്കെ തള്ളി പറഞ്ഞാലും എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി. കാരണം എന്നും നമുക്കിങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവായിരിക്കാം, അല്ലെ മുന്നോട്ട് കേരളത്തെക്കുറിച്ചൊരു ചിന്ത, കേരളത്തിൽ ഒരു ഭരണം വേണമെന്നുള്ള ചിന്ത ഉണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കാം രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ബുദ്ധിമാനായ മനുഷ്യൻ ഈ കളി കളിച്ചത്. അത് ഏറെക്കുറെ ഒരുപക്ഷെ BJP എന്ന് പറയുന്ന വിഗ്രഹം വീണുറയേണ്ട ഈ സമയത്ത് ജസ്റ്റ് രക്ഷപ്പെട്ടു. ഈ ഒറ്റ കളി കൊണ്ട് രക്ഷപ്പെട്ടു. അത് ധീരമായ നിലപാടല്ല, പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് ആഭ്യന്തരമന്ത്രി പാലിച്ചു എന്നുള്ളതാണ്. കാരണം അമിത്ഷാ ഇവിടെ വന്ന് തൃശ്ശൂർ വന്ന് കോഴിക്കോട് വന്ന് കണ്ണൂരൊക്കെ വന്ന് സംസാരിച്ചും പറഞ്ഞു കേരളം പിടിക്കണം. കാരണം പുള്ളിയുടെ കൂടെ കമ്മിറ്റ്മെൻ്റ് ഇവിടെ ഉണ്ടേ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ ആരെയും അങ്ങനെ വിശ്വസിക്കേണ്ട. നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ 100%, എൻ്റെ അഭിപ്രായത്തിൽ 100% ഒന്നും വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ്. കാരണം ഈ പറയുന്ന പ്രവർത്തകരെ കൂടെ നിർത്തിയാൽ, ഇന്നിവിടെ ഹിന്ദു ഐക്യവേദിയുടെ ആളും ഈ ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു വിഷമുണ്ടല്ലോ, പുള്ളിക്കാരത്തേക്ക് വാ തുറന്നു കഴിഞ്ഞാൽ വിഷം മാത്രമേ പറയത്തുള്ളൂ. വർഗീയത പറയാൻ വേണ്ടി മാത്രമേ ഭക്ഷണം കഴിക്കാനോ അവർ വാ തുറക്കത്തുള്ളൂ. അവരൊക്കെ ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന ഈ കന്യാസ്ത്രീകളുടെ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞൊരു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഇവരാണ് ഈ കേരളത്തിൽ വരുന്നതിനുള്ള അവസ്ഥ വേറെ ഒരു ലെവൽ തന്നെയായിരിക്കും. പക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളൊരു ബുദ്ധിമാനായ മനുഷ്യത്വമുള്ള ഒരാളുകളൊക്കെയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള വിഷങ്ങളെയൊക്കെ പുള്ളി ചവിട്ടി ഒതുക്കും, അത് ഗ്യാരണ്ടിയാണ്. മനസ്സിലാക്കാണ്ട് പിന്നെ ആരെയും കൂടുതൽ നമ്പണ്ട. അത് ആ ഒരു മേഖലയിൽ മുസ്ലിം ഇസ്ലാമിക തീവ്രവാദികളായിരുന്നാലും ഹിന്ദു തീവ്രവാദികളായിരുന്നാലും പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് രണ്ട് കണ്ണും തുറന്ന് നോക്കുമ്പോൾ ഒരു കണ്ണ് അടച്ചു നോക്കിയാൽ മതി. എല്ലാം ചെറിയൊരു സംശയത്തോടെ തന്നെ. 100% ആരെ വിശ്വസിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ലല്ലോ. അത് തിരിച്ചറിയുക. ഏതായാലും BJPയുടെ ഈ നീക്കം അവർക്ക് മുതൽക്കൂട്ട് തന്നെയാണ്. അതുകൊണ്ട് പാമ്പ്ളാനി പിതാവ് പോലും BJPക്ക് നന്ദി പറയുകയും മറ്റും ചെയ്തത്. കോൺഗ്രസും CPM ഒക്കെ പല കാര്യങ്ങൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാസ്തവമായിരുന്നു. കാരണം ചെയ്യാൻ കഴിയുന്നവർക്ക് പറ്റുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ അരുൺകുമാറൊക്കെ പറഞ്ഞു കേട്ടത് BJP തന്നെ അറസ്റ്റ് ചെയ്തു, BJP തന്നെ പുറത്തിറക്കി എന്നുള്ള അതിൽ അർത്ഥമൊന്നുമില്ല. കാരണം അവിടുത്തെ സിറ്റുവേഷൻ അതാണ്. അവർ ആ ഒരു പ്രവർത്തകരെ വെറുപ്പിച്ചുകൊണ്ട് അവിടുത്തെ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട് അവരുടെ ഭയങ്കരമായ സമ്മർദ്ദം കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചു പോയത്. അത് തിരിച്ചറിയുക. BJPനെ അകറ്റി നിർത്തേണ്ട സമയമൊന്നുമല്ല ഇപ്പോൾ. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് BJP അത്യാവശ്യം തന്നെയാണ്. പിന്നെ ചില കച്ചിത്തുരുമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചില പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ക്രൈസ്തവരെ ആളുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഒരുപാട് പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത വേല എന്ന രീതിയിൽ ചെയ്യാൻ പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനൊക്കെ തന്നെയാണ്, ശരിയാ. പക്ഷെ ഈ മാറുന്ന കാലത്ത് നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ജീവിതം കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് നമ്മുടെ അങ്ങനെ ഒരു പ്രേക്ഷിത വേലയ്ക്ക് പോയി നിൽക്കുക. ആരുടെയും ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് പോയാൽ തെറ്റില്ല. അത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. നമസ്കാരം.